മുജാഹിദ് പ്രസ്ഥാനത്തിലെ അൻസാർ നന്മണ്ട എന്ന് പറയുന്ന ഒരു പ്രഭാഷകൻ മോട്ടിവേഷൻ ക്ലാസ്, ഫാമിലി ക്ലാസ് എന്നിത്യാദി പ്രഭാഷണങ്ങളൊക്കെയാണ് അദ്ദേഹത്തിൽ നിന്നും കൂടുതലായി കേൾക്കാൻ കഴിയുന്നത്. പാവപ്പെട്ട പല ഫാമിലികളും, സുന്നി ഫാമിലികളും മുസ്ലിം ഫാമിലികളും ഒക്കെ ഇദ്ദേഹത്തിന്റെ പല സംസാരങ്ങളിലും പെട്ടുപോകാൻ സാധ്യതയുണ്ട്. കാരണം അദ്ദേഹം ഇങ്ങനെ ഫാമിലി ക്ലാസ്സുകളൊക്കെ എടുക്കുന്നതിന്റെ ഇടയിലൂടെ തനി വഹാബിസം അദ്ദേഹം പ്രചരിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. പരിശുദ്ധ ദീനിന്റെ ഹദീസുകളും ആയത്തുകളും ഓതിയിട്ട് തന്നിഷ്ടപ്രകാരം അർത്ഥം വെച്ച് ഇസ്ലാമിൽ നിന്ന് പാവപ്പെട്ട സുന്നികളൊക്കെ പുറത്താണ് എന്ന് വരുത്തി തീർക്കുന്ന രൂപത്തിലുള്ള പ്രഭാഷണങ്ങൾ. ഞാനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. നിങ്ങളൊന്ന് കേട്ടു നോക്കുക അദ്ദേഹം കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ. റസൂലുള്ളാന്റെ മുഖത്ത് തളിച്ചപ്പോ ഹബീബായ നബി തങ്ങളുടെ നാവുകൾ മന്ത്രിക്കാൻ തുടങ്ങി. ആ മന്ത്രിച്ച കൂട്ടത്തിൽ ഒരു വാക്കിങ്ങനെയായിരുന്നു, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ. ജൂത ക്രൈസ്തവന്മാരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു, അള്ളാന്റെ ശാപം കിട്ടിയിരിക്കുന്നു. ജൂതന്മാർക്കും ക്രൈസ്തവന്മാർക്കും എന്തേ ശാപം കിട്ടാനുള്ള കാരണം? അത് വ്യഭിചരിച്ചതല്ല, അവർ കള്ളത്തരം കാണിച്ചതല്ല, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ചതല്ല, ആരാന്റെ പറമ്പും മോഷ്ടിച്ചെടുത്തതല്ല. അവര് ചെയ്ത ഒരൊറ്റ കുറ്റം, ഇദ്ദേഹം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ ലാനത്തുണ്ട് എന്ന് പറഞ്ഞതിന് കൂട്ടത്തില് കള്ളന്മാര് പെടില്ല, അക്രമികൾ പെടില്ല, അങ്ങനെ പല തോന്നിവാസം ചെയ്തവരും പെടില്ല എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലാണ് അദ്ദേഹത്തിന്റെ സംസാരമുള്ളത്. കാരണം അദ്ദേഹത്തിന് പെടുമെന്ന് തോന്നിപ്പിക്കാൻ മറ്റൊരു കാര്യം പറയേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് ഇതൊന്നും പെടില്ല എന്ന് പറയുന്നു. പരിശുദ്ധ ഖുർആൻ ഒരാവർത്തി വായിച്ച ആളാണെങ്കിൽ ഇദ്ദേഹം എങ്ങനെ പറയുമോ, ലാനത്തുല്ലാഹി അലൽ കാദിബീൻ, കളവ് പറയുന്നവന്റെ പേരിൽ അള്ളാഹുവിന്റെ ലാനത്തുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ എത്ര വ്യക്തമായി പറഞ്ഞതാണ്. അതുപോലെ ലാനത്തുല്ലാഹി അലൽ ലാലിമീൻ എന്നർത്ഥം വരുന്ന അക്രമികൾക്ക് അള്ളാഹുവിന്റെ ലാനത്തുണ്ട് എന്ന് അള്ളാഹു കൃത്യമായി പറഞ്ഞതാണ്. അപ്പൊ ഇദ്ദേഹം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ, ഈ ലാനത്തുകളൊക്കെ മറച്ചു പിടിക്കുകയാണ്. അദ്ദേഹം എന്തിനാ അത് മറച്ചു പിടിക്കുന്നത്? സുന്നികളുടെ പേരിലൊക്കെ അള്ളാഹുവിന്റെ ലാനത്തുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ്. അവര് ചെയ്ത ഒരൊറ്റ കുറ്റം, ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ. അവരുടെ അമ്പിയാക്കൾ മരിക്കുമ്പോ, അവരുടെ ഉമ്മത്തിൽപ്പെട്ട ശ്രേഷ്ഠന്മാര് മരണപ്പെടുമ്പോ ആ മരിച്ചവരുടെ കബറുകൾ കെട്ടിപ്പൊക്കി ആ കബറിൽ കുമ്മായമിട്ട് ആ കബറിന്റെ അടുത്ത് സുജൂദ് ചെയ്യുകയും ആ കബറിന്റെ അടുത്ത് പ്രാർത്ഥിക്കുകയും ആ കബറാളികൾക്ക് റബ്ബിന് കൊടുക്കേണ്ടത് കൊടുക്കുകയും ചെയ്ത ആ ജൂത ക്രൈസ്തവന്മാരെ അല്ലാഹു ശപിച്ചിരിക്കുന്നു, അല്ലാഹു ശപിച്ചിരിക്കുന്നു. ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ എന്ന സ്വഹീഹുൽ ബുഖാരി മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസ് എന്താണ് പറഞ്ഞിട്ടുള്ളത്? യഹൂദികളെയും നസാറാക്കളെയും അള്ളാഹു തആല ശപിച്ചിട്ടുണ്ട്. അതിന് കാരണം എന്താണ്? ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവരുടെ പ്രവാചകന്മാരുടെ ഖബറിടങ്ങളെ അവർ പള്ളികളാക്കി. എത്ര കൃത്യമാണ് അർത്ഥം! നമ്മളെ സംബന്ധിച്ചത് സുന്നികൾക്കെതിരെയാണല്ലോ ഇയാൾ ഓതിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ആരെങ്കിലും സുന്നികളായ ആളുകൾ ആരെങ്കിലും മക്ബറകൾ പള്ളിയായി അംഗീകരിക്കുന്നുണ്ടോ? മക്ബറകൾ ഒന്ന് വേറെയാണ്, പള്ളി ഒന്ന് വേറെയാണ്. മക്ബർ ഒരു ഭാഗത്തുണ്ടാകും, പള്ളി മറ്റൊരു ഭാഗത്തുണ്ടാകും. നമുക്കെല്ലാവർക്കും അറിയാം മസ്ജിദ് നബവിയുടെ പള്ളി നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. തൊട്ടപ്പുറത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജാറമുള്ളത്. അതുകൊണ്ട് ഈ ജാറമുണ്ടാക്കുകയും ആ പള്ളി ഉണ്ടാക്കുകയൊക്കെ ചെയ്ത ആളുകളെ അള്ളാഹു തആല ശപിച്ചു എന്നാണോ അതിനർത്ഥം? എന്തൊരു തൊലിക്കട്ടിയാണ് ഇങ്ങനെ ദുർവ്യാഖ്യാനിച്ച് മുസ്ലിമീങ്ങളായ ആളുകളെ സിയാറത്ത് മുടക്കാനും മഹാന്മാരോടുള്ള മഹബത്ത് മുടക്കാനൊക്കെ വേണ്ടിയിട്ട് ഇദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കും. ആ പ്രവാചകനെ സ്നേഹിക്കുന്ന ഒരു മുസൽമാന് എങ്ങനെയാ അജ്മീര് പോകാൻ പറ്റുക? എങ്ങനെയാ നാഗൂര് പോകാൻ പറ്റുക? എങ്ങനെയാ മുത്തുപേട്ടക്ക് പോകാൻ പറ്റുക? എങ്ങനെയാ സിഎം മക്കാമുക്ക് പോകാൻ പറ്റുക? എങ്ങനെയാ മമ്പറത്തേക്ക് പോകാൻ പറ്റുക? എങ്ങനെയാ മനുഷ്യരെ കേരളത്തിന്റെ മുക്കുമൂലകളിലുള്ള ഖബർ സിയാറത്ത് പറമ്പുകളിലേക്ക് എങ്ങനെയാ ഒരു മുസ്ലിമിന് പോകാൻ പറ്റുക? യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്താണ്? മുസ്ലിമീങ്ങളായ ആളുകൾ സിയാറത്തിന് വേണ്ടിയിട്ട് അജ്മീറിലേക്കും നാഗൂറിലേക്കും മുത്തുപേട്ടയിലേക്കും മടവൂരിലേക്കും അതുപോലെ തന്നെ മമ്പുറത്തേക്കൊക്കെ പോകുന്നുണ്ട്. ഇത് മുടക്കാനാണ് ഇദ്ദേഹം ഇത്രയും ഭയങ്കര വൈകാരികമായ പ്രഭാഷണം നടത്തി ആളുകളെ പറ്റിക്കുന്നത്. ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ എന്ന് പറയുന്ന ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ ഒരിക്കലും തന്നെ സുന്നികളായ നാം ചെയ്തുകൊണ്ടിരിക്കുന്ന സിയാറത്തോ അതല്ലെങ്കിൽ മഹാന്മാരുടെ മക്ബറകളിലേക്ക് പോകുന്നതോ തടയാൻ ഒരിക്കലും തന്നെ ഈ ഹദീസ് പ്രമാണമല്ല. കാരണം എന്തുകൊണ്ടാണ്? ഈ ഹദീസിൽ തന്നെ വ്യക്തമാണ്, യഹൂദികളും നസാറാക്കളും അമ്പിയാക്കന്മാരുടെ ഖബറുകളെ എന്താക്കി? പള്ളിയാക്കുകയാണ് അത് ചെയ്തിരുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മഹാന്മാരുടെ മക്ബറ എന്ന് പറയുന്നത് സിയാറത്തിനുള്ള കേന്ദ്രങ്ങളാണ്. നേരെ മറിച്ച് അത് പള്ളിയോ അതല്ലെങ്കിൽ നമസ്കരിക്കുകയോ സുജൂദുകൾ ചെയ്യുകയോ ചെയ്യേണ്ടുന്ന സ്ഥലങ്ങളല്ല. ഇത് എല്ലാ സുന്നികൾക്കും വ്യക്തമായി അറിയുന്നതാണ്. ഈ പറയുന്ന ഈ സിയാറത്തിന് പോകുന്ന
മുസ്ലിമീങ്ങളായ പാവപ്പെട്ടവരെയൊക്കെ ശപിക്കപ്പെട്ടവരായി ചിത്രീകരിക്കാൻ വേണ്ടി ഇദ്ദേഹം എന്ത് ചെയ്യുന്നു? ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിനെ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇദ്ദേഹത്തോട് വളരെ ഗൗരവത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് മറ്റൊരു ഹദീസാണ്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫല്യതബവ്വ മഖ്അദഹു മിനൻ നാർ. നിങ്ങൾ പറയുന്ന അത്ര ഗാംഭീര്യത്തിൽ എനിക്ക് പറയാൻ പറ്റില്ലെങ്കിലും ഞാൻ നിങ്ങളോട് വളരെ സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഹദീസുകൾ വായിച്ച്, ആയത്തുകൾ വായിച്ച്, മറ്റ് തന്റെ ഇഷ്ടപ്രകാരം എന്തെങ്കിലുമൊക്കെ അർത്ഥം വെച്ച് പാവപ്പെട്ട മുസ്ലിമീങ്ങളായ ആളുകളെ വഴിപിഴപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കരുത്. അള്ളാഹുവിന്റെ ഹദീസ് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി, മഹാന്മാരായ മുഹദ്ദിസുകൾ എന്ത് വ്യാഖ്യാനം കൊടുത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കി, സിയാറത്തിന് പോകുന്ന ലെവലേശം കൽബിൽ മറ്റൊരാളോടും ആരാധന തോന്നാത്ത, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് വിശ്വസിക്കുന്ന പരിശുദ്ധരായ മുസ്ലിമീങ്ങളെ കാഫിറാക്കാനും ശപിക്കപ്പെട്ടവരാക്കാനും നിങ്ങൾ കാണിക്കുന്ന ഈ ആർജവം, നിങ്ങൾ കാണിക്കുന്ന ഈ പ്രകടനങ്ങൾ ഒരിക്കലും നിങ്ങൾ നടത്താൻ പാടില്ല. കാരണം അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസ് വായിച്ച് തന്നിഷ്ടപ്രകാരം അർത്ഥങ്ങൾ വെച്ച് അള്ളാഹുവിന്റെ ഹബീബ് ഉദ്ദേശിക്കാത്ത അർത്ഥങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചത് നിങ്ങളുടെ ഇരിപ്പിടം നരകമായിരിക്കുമെന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് ആ കാര്യം നിങ്ങൾ ഓർക്കണമെന്നാണ് ഈ സമയത്ത് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഫാമിലി ക്ലാസുകൾ കാണിച്ച് നമ്മളെ വശീകരിച്ച് അവസാനം നമ്മളിലേക്ക് വഹാബിസത്തിന്റെ വിഷവിത്തുകൾ പാകാൻ ഇത്തരക്കാർ ശ്രമിക്കുമ്പോൾ പ്രിയപ്പെട്ട ഫാമിലി മെമ്പേഴ്സ്മാർ, അതുപോലെ തന്നെ കുടുംബിനികൾ ഇത്തരക്കാരെ തൊട്ട് കരുതിയിരിക്കണമെന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അള്ളാഹു തആല കാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.